ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗത്ത് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. അല്ലമഹുൽ ബയാൻ, അവന് സംസാരിക്കാൻ അല്ലെങ്കിൽ ഭാഷ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ബയാൻ എന്നുള്ള പദത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ നിരവധി അർത്ഥതരങ്ങളുള്ള മനോഹരമായിട്ടുള്ളൊരു പദമാണ് ബയാൻ. സംസാരം, ഭാഷ എന്നുള്ളതിൽ മാത്രം അതിൻ്റെ അർത്ഥം പരിമിതമല്ല. അറബി ഭാഷ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു അർത്ഥത്തിൽ കലാം എന്നുള്ള പദം, അതേപോലെ തന്നെ ലിസാൻ, ഹദീസ്, ലുഗ, ഈ പദങ്ങളെല്ലാം സംസാരം, ഭാഷ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊന്നും ഉപയോഗിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബയാൻ എന്നുള്ള മനോഹരമായിട്ടുള്ള പദമാണ് മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ഉപയോഗിച്ചത്. ബാന യബീനു എന്നുള്ള പദത്തിൽ നിന്നാണ് ബയാൻ വരുന്നത്. അതിന്റെ ഒന്നാമത്തെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ടുള്ള ആശയവിനിമയങ്ങൾ നടത്താനുള്ള കഴിവ്. അതായത് ഇപ്പൊ മനുഷ്യന്റെ മനസ്സിലുള്ള ആശയങ്ങൾ പറയാനും പ്രകടിപ്പിക്കാനുമുള്ള ഒരു കഴിവ്, അതാണ് ബയാൻ എന്നുള്ള വ്യക്തമായിട്ടുള്ള. അതുകൊണ്ടാണ് ബയ്യന എന്നുള്ള പദവും ഇതേ പദത്തിൽ നിന്നാണ് വരുന്നത്. പരിശുദ്ധ